പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയ് ദിവസ് സന്ദേശത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നേതാക്കൾ 1971 യുദ്ധവിജയം ബംഗ്ലാദേശിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യകക്ഷി മാത്രമായിരുന്നുവെന്നും ബംഗ്ലാദേശിൽ നേതാക്കൾ പറഞ്ഞു. മുഹമ്മദ് യൂനുസിന് നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൻ്റെ നിയമ ഉപദേഷ്ടാവായ ആസിഫ് നസറുൾ, വിദ്യാർത്ഥി നേതാവും BNP നേതാവുമായ ഹസനത്തുൽ അബ്ദുള്ള എന്നിവർ വിമർശനവുമായി രംഗത്തെത്തി. മോദിയുടെ പരാമർശം ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും നേരെയുള്ള ഭീഷണിയാണെന്ന് നേതാക്കൾ പറഞ്ഞു. 1971 പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഡിസംബർ 16 വിജയ് ദിവസായി ആചരിക്കുന്നു. ഇസ്ലാമാബാദിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാജ്യം രൂപീകരിക്കാനും 1971 യുദ്ധം വഴിവെച്ചു. 1971 ഡിസംബർ 16 പാക് സേനാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ AN ഖാൻ നിയാസി ഇന്ത്യൻ കമാൻഡർ ജഗിത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. 1971 ഇന്ത്യയെ ആത്മാർത്ഥമായി സേവിക്കുകയും നിർണായക വിജയം ഉറപ്പുവരുത്തുകയും ചെയ്ത എല്ലാ ധീര ജവാന്മാർക്കും ഈ വിജയ് ദിവസിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അവരുടെ ധീരതയും അർപ്പണബോധവും കഠിനാധ്വാനവും ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നു, രാജ്യം അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് പ്രധാനമന്ത്രി വിജയ് ദിവസിൽ എക്സിൽ കുറിച്ചത്. ബംഗ്ലാദേശിനെയോ പാകിസ്ഥാനെയോ പോസ്റ്റിൽ അദ്ദേഹം പരാമർശിച്ചില്ല. തുടർന്നാണ് വിമർശനവുമായി ബംഗ്ലാദേശ് നേതാക്കൾ രംഗത്തെത്തിയത്. മോദിയുടെ സന്ദേശത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ നിയമ ഉപദേഷ്ടാവായ ആസിഫ് നസറുൾ പറഞ്ഞു. സന്ദേശത്തെ ശക്തമായി അപലപിക്കുന്നു. 1971 ഡിസംബർ 16 ബംഗ്ലാദേശ് യുദ്ധവിജയം നേടിയ ദിവസമാണ്. വിജയത്തിൽ ഇന്ത്യ വെറും സഖ്യകക്ഷി മാത്രമായിരുന്നു, കൂടുതലൊന്നും ചെയ്തിട്ടില്ല, ആസിഫ് നസറുൾ ഫേസ്ബുക്കിൽ കുറിച്ചു. മോദിയുടെ വിജയ് ദിവസ് സന്ദേശത്തെ വിമർശിച്ച് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാവായ ഹസനത്തുൽ അബ്ദുള്ളയും രംഗത്തെത്തി. ഇത് ബംഗ്ലാദേശിൻ്റെ വിമോചന സമരമാണ്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായാണ് ബംഗ്ലാദേശ് യുദ്ധം ചെയ്തത്. എന്നാൽ യുദ്ധവിജയം നേടിയത് ഇന്ത്യയാണെന്ന രീതിയിലാണ് മോദിയുടെ സന്ദേശം. ഇതിലൂടെ അവർ ബംഗ്ലാദേശിൻ്റെ സ്വത്വത്തെ പൂർണ്ണമായും നിരാകരിച്ചു. ഈ സ്വാതന്ത്ര്യം തങ്ങളുടെ വിജയമാണെന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോൾ അതിനെ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും നേരെയുള്ള ഭീഷണിയായാണ് ഞാൻ കാണുന്നത്, ഹസനത്തുൽ അബ്ദുള്ള ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ത്യക്കെതിരെയും പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. BNPയിലെ ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി അംഗമായ ഇഷ്റാഖ് ഹൊസൈനും മോദിക്കെതിരെ വിമർശനവുമായി എത്തി. മോദിയുടെ സന്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തെയും പരമാധികാരത്തെയും അവഗണിക്കുന്ന സന്ദേശമാണ് മോദിയുടേത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഇത്തരം പ്രസ്താവനകൾ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.